ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ ക്രിസ്മസ് സീരീസിലെ ഒരു ക്രിസ്മസ് വില്ലേജ് ഉണ്ടാക്കിയാലോ. ഇതുപോലെ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഇതേപോലത്തെ 1, 2, 3 കാർഡ്ബോർഡൊക്കെ എടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്നിട്ട് ആ കാർഡ്ബോർഡിൽ നമ്മൾ ചെയ്യണ പോലെ വീടിൻ്റെയൊക്കെ ഒരു ഫിഗർ വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഇത് ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് മീഷോ, ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റുകളിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങി വയ്ക്കുക. അതിൻ്റെയൊക്കെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ വീടിൻ്റെയൊക്കെ ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞു. ഇനി അതിന് വാതിൽ, ജനലൊക്കെ വരയ്ക്കണം നമുക്ക്. ഞാനിവിടെ ആദ്യം സ്കെയിലും പെൻസിലും കൊണ്ടാണ് വരച്ചേക്കുന്നത്. അതിന് ശേഷമാണ് ഞാൻ പിന്നെ വൈറ്റ്നർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മീതേക്കൂടെ ഒന്നുകൂടെ വരച്ചു കൊടുത്തത്. ബിക്കോസ് അത് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വൈറ്റ്നർ അല്ലെങ്കിൽ നമ്മുടെ ഫാബ്രിക്കിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു ഗ്ലൂ ഉണ്ട്, അത് കുറച്ചിങ്ങനെ പൊന്തി നിൽക്കും. അത് വേണേലും യൂസ് ചെയ്യാം. ഞാനിവിടെ വീടുകളുടെയൊക്കെ ഫിഗർ വരച്ചതിൻ്റെ മീതേക്കൂടെ വൈറ്റ്നർ വെച്ച് ഒന്നുകൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ക്രിസ്മസ് റിലേറ്റഡ് ക്രാഫ്റ്റും DIYs ഒക്കെ ഒരുപാട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ മറക്കാതെ അത് പോയി കാണുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇനി എന്തൊക്കെയാണ് ക്രാഫ്റ്റായിട്ട് കൊണ്ടുവരേണ്ടതെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിലിട്ടേക്കുന്ന എല്ലാ ക്രാഫ്റ്റും തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റുകളാണ്. ഇതും ഭയങ്കര സിമ്പിളാണ്, ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുമാണ്. ഇത് ചെയ്യുമ്പോൾ കൊച്ചു കുട്ടികൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇത് കട്ട് ചെയ്യുന്നൊരു പാർട്ടുണ്ട്. അതായത് ഞാൻ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ജനലും അതിലൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ ലൈറ്റ് വയ്ക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടി പാരൻസിൻ്റെ ഹെൽപ്പ് ചോദിക്കുക. ഇതുപോലെ പേപ്പർ കട്ടറോ അല്ലെങ്കിൽ ബ്ലേഡോ ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വരച്ചിരിക്കുന്ന ആ ജനൽ, വാതിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ എല്ലാം ഒന്നും കട്ട് ചെയ്യുന്നില്ല, വളരെ കുറച്ച് മാത്രം. അതായത് അതിൻ്റെ ബാക്കിൽ നമ്മൾ LED ലൈറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചം ഫ്രണ്ടിലോട്ട് കാണാൻ പാകത്തിന് കുറച്ച് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് പാവയുടെ ഉള്ളിലുള്ള സ്റ്റഫില്ലേ, അതെടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലും അതിൻ്റെ മുകളിലൊക്കെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു മഞ്ഞിൻ്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കട്ട പിടിച്ച് കിടക്കാതെ കുറച്ച് ഇങ്ങനെ സ്പ്രെഡായിട്ട് ലൈറ്റായിട്ട് കിടക്കുന്ന രീതിയിൽ മാത്രം വെച്ചാൽ മതി. അപ്പോൾ അത് ഇത്ര ഉള്ളു കാര്യം. ഇനി അതിൻ്റെ ബാക്കിൽ കുറച്ച് ലൈറ്റ് കൂടി വെച്ച് കൊടുക്കാം. വെളിച്ചത്ത് വെച്ചാൽ ഇതിൻ്റെ ഭംഗി അറിയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഇരുട്ടത്തേക്ക് ഇത് കൊണ്ടുവരാം. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2, 3 കാർഡ്ബോർഡിൽ നിങ്ങൾക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് ബാക്കിൽ ലെയറായിട്ട് കൊടുക്കാം. അപ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫോട്ടോ എനിക്ക് മെയിൽ ചെയ്ത് തരാം. എൻ്റെ മെയിൽ ID യൂട്യൂബിൻ്റെ പ്രൊഫൈലിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ